മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം രാജകീയ പുരോഹിത ഗണമാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഇന്നും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് കർത്താവായ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നുള്ള ആ സത്യം മനസ്സിലാക്കുവാൻ നാം ആഗ്രഹിക്കണം. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ദൈവത്തെ ആരാധിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇന്ന് നമ്മുടെ സഭയിൽ പോലും ദൈവത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് പോകുന്ന അവസ്ഥ കാണുമ്പോൾ നാം മനസ്സിലാക്കുക, അന്തിക്രിസ്തു നമ്മുടെ സഭയിലും എത്തി അവൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് പല ഇടയന്മാർക്കും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പദ്ധതി എന്തെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അവർ ദൈവജനത്തിന് ദുഷ്പ്രേരണ നൽകി. നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം നാം തന്നെയാണ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. ജീവിത ബലി വിശുദ്ധിയിലൂടെ ദൈവത്തിനെ സമർപ്പിക്കുമ്പോൾ നമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുദപിക്കുവാനുള്ള കൃപാവരം നമ്മൾക്ക് ലഭിക്കും. അതേ ധൂർത്തുപുത്രനെ പോലെ പിതാവിൻ്റെ പക്കലേക്ക് എത്തി നാം അനുദപിക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു. നിത്യമായ ജീവനിലേക്ക്, സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരങ്ങൾ നമ്മൾക്ക് നൽകുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നു. അത് പുത്രനായ യേശുവിലൂടെ തന്നെ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ഒരിക്കലും സ്വർഗ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇന്ന് അങ്ങനെ സ്വർഗരാജ്യം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നതായ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ നാം മനസ്സിലാക്കുക, അത്രമേൽ പ്രലോഭനം അവരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നത്. തീർച്ചയായിട്ടും ജ്ഞാനം നമ്മളിൽ വസിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക, നമ്മുടെ ചിന്തകൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ലഭിച്ച എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുവാനുള്ള കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.